MT വാസുദേവൻ നായരുടെ മഞ്ഞ് കോപ്പിയടിച്ചതാണെന്ന് മലയാള സാഹിത്യത്തിൽ ആരോപണമുണ്ട്. എന്തുകൊണ്ട്? ഹിന്ദി പുസ്തകമാകുന്ന മഞ്ഞുമായി ബന്ധപ്പെട്ട ആ കൃതിയിൽ 2 അന്ധന്മാർ കടന്നു വരുന്നു എന്നുള്ളിടത്ത് MTയുടെ കൃതിയിൽ കണ്ണ് കാണുന്ന ആൾ പോകുന്നു എന്നാണ്. ഇത്ര ആയാൽ പോലും അത് കോപ്പിയാണ്, സാഹിത്യ ചോരണമാണ്. സുമർ അഴീക്കോടിന്റെ തത്വമസി എന്ന പുസ്തകം മാക്സ് മുള്ളറിൽ നിന്ന് കട്ടതാണെന്ന് പറഞ്ഞ് കേരളത്തിൽ വലിയ വിവാദങ്ങളുണ്ടായി. വീരേന്ദ്രകുമാറിനെ പോലെയുള്ളവരും അയാളുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ രാജേഷ് നമ്പൂതിരിപ്പാടിനെ പോലുള്ളവരും നിരവധിയായ എഴുത്തുകുത്തുകൾ നടത്തി. എന്തുകൊണ്ട്? മാക്സ് മുള്ളറുടെ രീതി ഇദ്ദേഹത്തിലും കാണുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ അൽഫീലും അൽഫീൽ എന്നുപോലെയുള്ള ആയത്തുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഖുർആനെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാൽ അത് ഖുർആൻ അറബി സാഹിത്യത്തിന് സമർപ്പിച്ച അൽ ഖാരിയ മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ എന്നതിന്റെ നേർക്കുനേർ ടൂൺ കോപ്പിയടിയാണ് ഒന്ന്. രണ്ടാമതായി, നമ്മുടെ നാട്ടിലൊക്കെ പലരും അതുമായി ഇറങ്ങി വന്നു, പക്ഷെ അവർക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ കൊറോണ കാലത്താണ് സൂറത്തുൽ കോവിദ് പുറത്തു വന്നത്. അൽ കോവിദ് എന്നും പറഞ്ഞിട്ട് അൽ ഫൈറൂസിൽ മുബീദ് വല്ലജുബു അൻ ജാഅഹും മിനസ് സീനിൽ ബഈദ് വഖാലൽ കാഫിറൂന ഹാദാ മറദുൻ അത്വീദ് കല്ലാ ബൽ ഹുവൽ മൗത്തുൽ അകീദ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു പൊട്ടൻ അത് വെച്ച് പ്രസംഗിക്കുകയും ചെയ്തു. സുന്നി വയസ്സ് പോലെയുള്ള നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ മറുപടിയുടെ ഇറങ്ങിയോടുകൂടെ മൂപ്പരുടെ പ്രസംഗം ഡിലീറ്റ് ചെയ്തോടി. എന്താ കാര്യം? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. അൽ കോവിദ് കൊറോണയാണേ സത്യം, വൽ ഫൈറൂസിൽ മുബീദ് കുരുത്തം കെട്ട വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന വൈറസാണേ സത്യം. ഇയാള് ഒപ്പിക്കാൻ വേണ്ടി പിന്നീട് ശ്രമം നടത്തുകയാണ്. വല്ലജിബു അൻജാഹും മിനസ് സീനിൽ ബഈദ്, വിദൂരത്തുള്ള ചൈനയിൽ നിന്നത് വന്നു എന്ന് കേട്ടിട്ട് വല്ലാത്തൊരു അത്ഭുതം. ചൈനക്കാരെങ്ങനെ ആയത്തോതുക? ഓൽക്ക് വിദൂരത്താണോ ചൈന? ഓല നാടല്ലേ? നമ്മളെങ്ങനെ ഓതുക? നമ്മുടെ അയൽവാസി നാടല്ലേ, നമുക്ക് വിദൂരല്ലോ. ആരാ കാഫിർ? യുക്തിവാദിയുടെ അഭിപ്രായത്തിൽ കാഫിർ പറഞ്ഞോലോ ഇതൊരു വല്ലാത്ത രോഗമാണ്. ആരാ യുക്തിവാദിക്ക് കാഫിർ? കാഫിരിങ്ങളെ അത് പറഞ്ഞുള്ളൂ. ഇനിയിപ്പോ കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സാങ്കേതിക അനുസരിച്ചുള്ള കാഫിറാണ് നോക്കുക. മുസ്ലിങ്ങളും പറഞ്ഞില്ലേ ഇതൊരു വല്ലാത്ത രോഗം തന്നെയാണ്. പൊട്ടപ്പോയത്തൊന്നും നോക്കുങ്ങള്. അടുത്ത പോയിന്റിനെ കുറിച്ച് ആലോചിച്ച് നോക്കുങ്ങള്. വളരെ മാരകാണ്. എന്താന്ന് വെച്ചാൽ അത് ഒരു രോഗമാണെന്ന് അവർ പറഞ്ഞു. കല്ല, അവർ പറയുന്നത് ശരിയല്ല. പിന്നെ വൽഹുവൽ മൗത്തുൽ അകീദ്, അത് ഉറപ്പിച്ച മരണമാണ്. കൊറോണ പിടിച്ച് ലോകത്ത് 1% ആൾ പോലും മരിച്ചിട്ടില്ല. ഇത് ഇയാളെ എഴുതുന്നത് എപ്പോഴാണെന്നറിയോ? ഈ 24 മൊട്ടൊക്കെ ഇങ്ങനെ വന്നു അവൻ അവിടെ ചാടിക്കാൻ കയറി, പിന്നെ ഒന്ന് മൂത്രയിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് ഗ്രാഫൊക്കെ വരച്ച് ഓകം ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ കൊറോണ പിടിച്ചോ മരിച്ചു എന്നുള്ള രീതിയിൽ ജനങ്ങളൊക്കെ വിശ്വസിക്കുന്ന സമയത്താണ് ഈ ചെങ്ങാതി ഈ ആയത്തുണ്ടാക്കുന്നത്. അപ്പൊ ഓൻ പറഞ്ഞു, കല്ല, കാഫിരിങ്ങൾ പറഞ്ഞത് ശരിയല്ല കേട്ടോ, ബൽഹുവൽ മൗത്തുൽ അകീദ്, അത് ഉറപ്പിച്ച മരണമാണ്. കൊറോണ പിടിച്ച 1% പോലും മരിച്ചിട്ടില്ല. ആ മരിച്ചവർ തന്നെ കൊറോണ കൊണ്ടാണോ അതോ മറ്റു രോഗങ്ങൾ കൊണ്ടാണോ എന്ന് ശാസ്ത്ര ലോകത്ത് ഇപ്പോഴും ചർച്ച നടക്കുകയാണ്. ഇതിന്റെ ബാക്കിയും കൂടി ഉണ്ട്, എനിക്ക് ടൈമില്ല. ഐദിയക്കും ബിസ്സാബൂനിൽ ജദീദ്, കാരണം